ഹലോ ഹലോ ശിവ, അവരെന്നെയും പറ്റിച്ചു. എന്റെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി. ആകാശ് ജ്വല്ലറിന്ന് ശരിക്കുള്ള ആഭരണങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം മോഷ്ടാക്കളെ ശരിക്കും പറ്റിക്കാൻ. പക്ഷേ അവരെന്റെ കണ്ണില് പൊടിയിട്ട് എല്ലാം അടിച്ചോണ്ട് പോയി. ഇവര് പെട്ടെന്ന് കാണാതെയായല്ലോ. അവരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വരൂ എന്റെ വീരന്മാര് മക്കളെ, ഇന്ന് ആരെ പറ്റിച്ചിട്ടാണ് വരുന്നത്? ഇന്നൊരു പോലീസുകാരനെ പറ്റിച്ചിട്ടാ വരുന്നത്. അയാള് ശരിക്കും ഒരു മരമണ്ടൻ തന്നെയാ. അവനെ നമ്മളെ പറ്റിക്കാൻ നോക്കിയതാ. പക്ഷെ ഞാനല്ലേ അവനെ പറ്റിച്ച് ഇങ്ങോട്ട് വന്നത്. ഇത്തവണ ഏതായാലും ഞാൻ വേറൊരു ഗെറ്റപ്പിലാണ് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശിവ, നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണേ, കേട്ടല്ലോ? അവര് ഭയങ്കരന്മാരാ. ഉടനെ തന്നെ നിന്നെ മനസ്സിലാക്കും. ഞാനും മുത്തശ്ശി നല്ല പണക്കാരായിട്ട് പോകാം. നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചാ മതി. ഇനി എന്നെ കൂടി ഈ കളിയിൽ ഉൾപ്പെടുത്താത്ത കുറവേ ഉള്ളൂ. ഞാൻ ശിവയോട് തന്നെ പോകരുതെന്നും പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴാ നിങ്ങൾ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവളെ, നമ്മുടെ നാട്ടിന്റെ പ്രശ്നമല്ലേ, വീനസ് സിറ്റി നമ്മുടേതും കൂടിയല്ലേ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ കടമയല്ലേ. നീ വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് പാട്ടുപാടില്ല. എന്നാ എപ്പോഴാ പുറപ്പെടേണ്ടത്? വേഗം പറയൂ, ഞാൻ ഏത് ആഭരണം ധരിക്കട്ടെ? പറ, ഏത് കളർ ഡ്രസ് ഇടണ്ടെന്ന് വേഗം പറ. ഞാൻ റെഡിയാണ് വരാൻ. പറയൂ. ഇനി മുത്തശ്ശിയെ കൊണ്ട് കാര്യം കാണണമെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതിട്ടോ. ഈ ഐഡിയ കൊള്ളാം. പാണ്ഡേജി, വെള്ളക്കാറിൽ ഒരു കെണിയുണ്ട്. പോലീസിന്റെ തന്ത്രമാണ്. പിന്നെ നീ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞില്ലേ, ആ കുട്ടിയും അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഈ പ്രാവശ്യം പോലീസിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഇനി മേലാൽ അവര് നമ്മൾക്കൊരു കെണിയൊരുക്കാൻ പാടില്ല. നമുക്കെപ്പോഴും ഓർമ്മയുണ്ടാവണം, ശംഷേറിന്റെ വീരന്മാരെ തോൽപ്പിക്കാൻ ഒരു കാലത്തും സാധ്യമല്ല എന്ന്. മുത്തശ്ശന്റെ കാറ് ഇതുവഴി വരേണ്ടതാണല്ലോ. പക്ഷെ അവര് എവിടെയാ പോയത്? നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ? മുത്തശ്ശ, മുത്തശ്ശി, മുത്തശ്ശ. രവ, നമ്മുടെ പ്ലാൻ എന്താന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ വണ്ടി മാത്രമേ ഉള്ളൂ. നീ ലഡു സിംഗ് സാറിനെ അറിയിക്ക്, ഞാൻ അവരെ അന്വേഷിക്കാം. ഓക്കെ ശിവ, നീ നന്നായി സൂക്ഷിക്കണേ. ഞങ്ങൾ വേഗം വരാം. അങ്കിൾ, ഇവിടെ മുതിർന്ന രണ്ടാൾക്കാരെ നിങ്ങൾ കണ്ടിരുന്നോ? അതെന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. ഇല്ല മോനെ, ഞാൻ ആരെയും കണ്ടില്ല. വല്ല വണ്ടികളിലോ അല്ലെങ്കിൽ നടന്നു പോകുന്നതായിട്ട് ഒന്ന് ഓർത്തു പറയൂ. ഇതുവരെ കാറും ജീപ്പും ഒന്നും ഇതിലെ പോകുന്നതായിട്ട് കണ്ടില്ല. ചിലപ്പോ അവരുടെ കാറ് കേടായത് കൊണ്ട് ഷോർട്ട് കട്ട് വഴി നടന്നു പോകാനും സാധ്യതയുണ്ടല്ലോ. കാറ് ചീത്തയായിരുന്നെങ്കിൽ അവര് വിളിച്ചേനെ. രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാ ഫോൺ ചീത്തയാവാ? ശരി, താങ്ക് യു അങ്കിൾ. ശിവ, എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെയും കണ്ടില്ല രേവ. അവിടെ ഒരു ബംഗ്ലാവ് കാണുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നൊന്ന് നോക്കട്ടെ. നിങ്ങൾ അവിടേക്ക് വന്നേക്കോ. ഹൈവേയുടെ സൈഡിലാണ് ആ ബംഗ്ലാവ് ഉള്ളത്.
ഈ ചെറുക്കൻ എങ്ങനെ ഇവിടെ എത്തിയേ? ഹലോ ആന്റി, നിങ്ങൾ വയസ്സായ മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടായിരുന്നോ? അതെന്റെ മുത്തശ്ശൻ മുത്തശ്ശിയാണ്. ആ ഹൈവേയില് അവരുടെ കാറ് കിടപ്പുണ്ട്. പക്ഷെ അവരുടെ ഒരു വിവരവും ഇല്ല. സോറി മോനെ, ഞാൻ ആരെയും കണ്ടില്ലല്ലോ. അതുമല്ലാതെ വീടിന് പുറത്ത് അങ്ങനെ ഇറങ്ങാറില്ല. ഇങ്ങോട്ട് ആരും വരാറുമില്ല. കാരണം എനിക്കിവിടെ ആരും അത്ര പരിചയമില്ല. വരൂ, അകത്തേക്ക് വരൂ. നോ താങ്ക് യു ആന്റി, ഞാൻ പോവാണ്. രക്ഷപ്പെട്ടു. ഇത് വല്ല ജീപ്പിന്റെയോ അല്ലെങ്കിൽ ട്രക്കിന്റെ ടയറിന്റെ അടയാളാ. അപ്പൊ അതിന്റെ അർത്ഥം ട്രക്കോ അല്ലെങ്കിൽ ജീപ്പോ തീർച്ചയായിട്ടും ഈ വഴി വന്നിട്ടുണ്ട്. പക്ഷെ ആ ആന്റി പറഞ്ഞത് ഇങ്ങോട്ട് ആരും വന്നിട്ടില്ലെന്നാണല്ലോ. ഇതെങ്ങനെയാ പെട്ടെന്ന് ഈ അടയാളം നിന്നു പോയത്? വണ്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഭൂമിയുടെ അടിയിലേക്ക് പോയോ അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോയോ? ശിവ, എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഞാൻ താഴേക്ക് പോവാ. നിങ്ങൾ ലഡു സിംഗ് സാറുമായി ഇവിടെ തന്നെ നിന്ന് നോക്കുക. ആരെങ്കിലും വന്നാൽ എന്നെ അറിയിക്കണേ. മുത്തശ്ശ, മുത്തശ്ശി, ഹലോ മുത്തശ്ശ, മുത്തശ്ശി. അല്ല, ഇതാ പഴയ ട്രക്കാണല്ലോ. ഓ ശംശേർ, ആ ചെറുക്കനുണ്ടല്ലോ ഇവിടം വരെ എത്തി. അറിയോ, നീ പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാര് അവന്റെ മുത്തശ്ശിയും മുത്തശ്ശനുമാ. എന്തായാലും അവൻ തിരിച്ചുപോയി. അവന് യാതൊരു സംശയമില്ല. ആ ചെറുക്കൻ ഒരു വലിയ ശല്യം തന്നെയാണല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം. മുത്തശ്ശ, മുത്തശ്ശി. മുത്തശ്ശ, മുത്തശ്ശി, നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ? ഓ ശിവ, എന്തായാലും നീ വന്നത് നന്നായി മോനെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. വേഗം വാ. എവിടെ ആരുമില്ല? ഇവിടെ ഒന്ന് പെട്ടെന്ന് വരുന്നോ? ഏയ് കുട്ടി, കൊറേ അധികം കേട്ടിട്ടുണ്ട് നിന്നെ പറ്റി. പക്ഷേ ഒരു കാര്യം നിനക്കറിയില്ലായിരിക്കും എന്നെ പറ്റി. ശംഷേറിന്റെ വീരന്മാര് ആരുടെ കൂടെയും തോൽക്കാറില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. Hands up! ഇനി വേണ്ട വേണ്ട വേണ്ട, ഇനി അടിക്കരുത്, താങ്ങാൻ പറ്റൂല. ഒരു കാര്യം മനസ്സിലായി, ശിവ മുന്നിലുണ്ടെങ്കിൽ ശംശേറിന്റെ വീരന്മാരും അടി വാങ്ങിച്ച ചുരുളും. എന്റെ കഴിവെന്താണെന്ന് കണ്ടല്ലോ. ഇപ്പൊ ശിവയാണ് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇപ്പൊ ഇത് ഞാനാ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ചട്നി ആയനെ. വന്നേ പോകാം, ഒരുമിച്ച് ജയിലിലേക്ക് പോകാം.